നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ തോട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ചാനൽ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ തോട്ടിയും കൊണ്ടുള്ള ഉപയോഗം, ഇതിൻ്റെ ടൈറ്റിങ് ചെറിയ കാര്യമുള്ളൂ, പക്ഷെ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു തന്നെയല്ലേ. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഇത് എങ്ങനെയൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെ ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ. 2-3 വീഡിയോ ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ചെറുതായിട്ടൊരു വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് നമുക്ക് പോസ്റ്റലിൽ പോസ്റ്റലല്ല, നമുക്ക് DTDC എന്ന് പറഞ്ഞ കൊറിയറിൽ വരുമ്പോൾ ഇതേമാതിരി ഉണ്ടാവുക. അതായത് അരുവാൾ, ഫ്രൂട്ട് പ്ലക്കർ, തോട്ടി. ഇതിപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് പ്ലക്കറിൻ്റെ എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ബ്ലേഡാണ് ഉണ്ടാവുക. അത് ഊരി മാറ്റി നമുക്ക് മുറിച്ചേക്കണം ആക്കാം, എല്ലാതരം ഫ്രൂട്ട്സ് ഇറക്കാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് ഈ 18 അടി നീളത്തിൽ തന്നെ ഇതിൽ നമുക്ക് ആ തുണി ഉണ്ടാവും. പിന്നെ ഹെവി ഡ്യൂട്ടിക്കല്ല, ഫ്രൂട്ട് പ്ലക്കറാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിൽ നിന്ന് എല്ലാം പാടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊമ്പ് മുറിക്കാനും കമ്പോള് കൊട്ടാനും മുറിക്കാനൊന്നും പറ്റില്ല. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള 1-2 തേങ്ങ ഇടൽ ഇങ്ങനെ കൊലയെന്നൊക്കെ ഒന്നെണ്ണം നടത്തിയിടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് വലിയ കമ്പോള് മുറിക്കാനോ ആടിനെ ലോട്ടാനോ ഇതിനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഹെഡ് ഊരിയിട്ട് ഹെഡ് ഇതുമ്മേൽ തന്നെ വിറ്റ്. അപ്പോൾ നമുക്ക് അതിനാണ് ഇത് വിങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേമാതിരി കൈ കൊണ്ട് തന്നെ ഊരിയെടുക്കാം. ഇതേ സ്ക്രൂ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലക്കറും ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രൂ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇതേമാതിരി ഒരു അരുവാളാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു ചക്കടാനോ, പിന്നെ ചക്കടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുളത്തി വലിക്കരുത്, കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് അരിഞ്ഞ് വീഴ്ത്തണം. അത് നമ്മൾ ഇതേമാതിരി തന്നെ ചക്കടാനോ അല്ലെങ്കിൽ മുരിങ്ങക്കായ പൊട്ടിക്കുക, ചെറിയ വീട്ടാവശ്യത്തിന് തേങ്ങട ഇതേമാതിരി നമ്മൾ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത്രയുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോട്ട അങ്ങനെയുള്ള ചില ഇതുകളുണ്ട്. അതായത് നമ്മുടെ അടക്കാപ്പഴം, സപ്പോട്ട, മാംഗോസ്റ്റീൻ ഇങ്ങനെയുള്ളതൊക്കെ പല ഡയറക്ഷനിലാണ് നിൽക്കുക. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ വിങ്ങട്ട് ലൂസാക്കിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിങ്ങനെ നമ്മൾ ഹൈറ്റ് വിടുമ്പോൾ ഇതിങ്ങനെ കുത്തനെ എണിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പല ടൈപ്പിലേക്ക് നിൽക്കുന്ന സാധനമാകും. ഇതാകുമ്പോൾ ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നേരെ ടൈറ്റ് ചെയ്താൽ ഓക്കെ, നേരെ അത്യാവശ്യം നേരെ ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് എങ്ങനെ ഇറക്കി നോക്കിയതാണ്. ഇതിപ്പോൾ നമുക്ക് 6 അടിയുടെ 3 ലെയറാണ് വരിക. അപ്പോൾ നമുക്ക് 18 അടി ഹൈറ്റിലേക്ക് നമുക്കത് റെഡിയാക്കാൻ പറ്റും. മാങ്ങ, സപ്പോട്ട, മാംഗോസ്റ്റീൻ എല്ലാത്തരം ഏകദേശം നിലത്ത് വീണ ഡാമേജ് ആവുന്ന എല്ലാത്തരം ഫ്രൂട്ട്സുകളും നമുക്ക് സുഖമായിട്ട് ഇറക്കാം. വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ നമുക്കിത് നമ്മുടെ അടുത്തേക്ക് ഇത് വരണം എന്നുണ്ടെങ്കിൽ ഇതിന് വെൽക്രണ്ട് ഇതേമാതിരി. നമുക്ക് ഈ വെൽക്ര ഇതേമാതിരി അടിയിൽ ചിലപ്പോൾ ചെളിയുള്ള ഭാഗം അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമുക്ക് ഈ വെൽക്ര ഇതിലേക്ക് നേരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്തേക്ക് വരും. പക്കന വെച്ചാൽ നടത്തി വിട്ടു. ഞാനും സ്റ്റാർ ഫ്രൂട്ട്സ് കഴിച്ചിട്ടൊന്നുമില്ല. നല്ല എന്തൊക്കെ ഇതിന് നല്ല ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തിന്നൊക്കെ അടങ്ങാനുണ്ട്. നല്ല രസമുണ്ട് സാധനം. അപ്പോൾ നിലത്തേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് ആവുകയും ചെയ്യും. പിന്നെ നല്ല രസമുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് പറയാം നോക്കേണ്ടത്, ഈ ലെയർ ടൈറ്റ് ചെയ്യുക ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇതും തന്നെ പിടിക്കണം. ഏത് ലെയറാണോ ലൂസ് ചെയ്യുന്നത് അതും തന്നെയാണ് നമ്മുടെ കൈ വെക്കേണ്ടത്. ഇതേമാതിരി ലൂസ് ചെയ്യണം, വേണ്ട ഹൈറ്റിൽ നമ്മൾ പൊന്തിക്കണം, അതേമാതിരി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കണം. അതേമാതിരി 3ാമത്തെ ലെയർ ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിലാവും. അപ്പോൾ നമ്മളിത് ലൂസ് ചെയ്തതിന് ശേഷം വിരലും കൊണ്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ ലെയർ വരും. ഈ 3ാമത്തെ ലെയറിൽ ഈ കാണുന്ന 2 ഹോളിക്കാണ് ഇതിൻ്റെ ആ ഒരു പിൻ ബട്ടുണ്ട്. ഈ സാധനം അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച്
നല്ല ഉപ്പിലിടാനുള്ള മാങ്ങി അതേമാതിരി പഴുപ്പിക്കാൻ വെക്കാനുള്ള മാങ്ങി നിലത്ത് മുട്ടരുത് എന്നാണ് പറയുക. കാരണം അത് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേട് വരും, പെട്ടെന്ന് കേട് വന്ന് നശിച്ചു പോകും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതേമാതിരി ഈ ചെമ്പരത്തി ഇടേണ്ടതുണ്ടോ, ഇതേമാതിരി നമുക്ക് മാങ്ങ എല്ലാ സാധനങ്ങളും നേരെ അറക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടായിരുന്നില്ല. നമുക്ക് ഇതേമാതിരി തന്നെ ഈ നമുക്ക് ഇതുണ്ടോ വിങ്ങട്ടാണ് ഈ സാധനം നമുക്ക് ലൂസ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്യും ചെയ്യാം, ലൂസ് ചെയ്യും ചെയ്യാം. വേണ്ട മാതിരി നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേമാതിരി ആക്കാം, താത്തിക്കാം, അങ്ങനെ ആക്കാമെങ്കിൽ ഇങ്ങനെയാക്കാം. രണ്ട് തരത്തിൽ നമുക്ക് ഒന്ന് ഇതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതേമാതിരി എല്ലാവരുടെ വീട്ടിലും സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ അതങ്ങനെ അല്ലാണ്ട് വവ്വാൽ കടിച്ചാലും അണ്ണ കടിച്ചതും അല്ലാത്തൊരു സപ്പോർട്ടിങ് കിട്ടില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്യണം, നല്ല മുഴുത്ത സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങളിന്ന് ഫുള്ള് നമ്മുടെ ഒരു ടീച്ചർക്ക് അറുത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നിലത്ത് വീഴാണ്ട് തന്നെ നമുക്ക് നേരെ നല്ല മുഴുത്ത സപ്പോർട്ട് ചെയ്യണ്ട. ഇതൊക്കെ വവ്വാലും ഉണ്ടാകാമെന്നല്ലാണ്ട് തിന്നാൻ കിട്ടലില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ തോട്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, ലേറ്റ് വെയിറ്റാണ്, ആൾക്കാർക്ക് നേരത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ മാങ്ങടി എല്ലാം അതിൻ്റെ ഒരു സീസണാണല്ലോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക.